നേമത്ത് മത്സരിക്കാനില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറയുന്നതും വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നതിലും അന്തർധാരയുണ്ടെന്ന ആരോപണവുമായി കെ മുരളീധരൻ. താൻ മത്സരിക്കണമോ എന്നതും ഏത് സീറ്റിലെന്ന കാര്യവും പാർട്ടി തീരുമാനിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. നേമത്ത് മത്സരിക്കാനില്ല എന്ന് ശിവൻകുട്ടി, വട്ടിയൂർക്കാവിൽ മാത്രമേ മത്സരിക്കൂ എന്ന് സുരേന്ദ്രൻ. ഇത് തമ്മിലൊരു അന്തർധാര ഞങ്ങൾ കാണുന്നുണ്ട്. അല്ല, അതിപ്പോൾ അവരാണല്ലോ തീരുമാനം. ഞാൻ പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും, BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ തീരുമാനിക്കും, ഞങ്ങൾ ആരാണെന്ന് ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഞാൻ പക്ഷേ പറയുന്നത്, ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഒരു അന്തർധാരയുടെ മണമുണ്ട്. അതേ ഞാൻ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ പരിഹസിച്ചു കെ മുരളീധരൻ. രാഷ്ട്രീയത്തിൽ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദന് തമാശ കേട്ടാൽ ഒരു ആശ്വാസമാണ്. 100 സീറ്റിൽ UDF തോൽക്കുമെന്നല്ല, LDF തോൽക്കുമെന്നാണ് MV ഗോവിന്ദൻ ഉദ്ദേശിച്ചതെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഗോവിന്ദൻ മാഷ് ഞാൻ പറഞ്ഞില്ല, ഗോവിന്ദൻ മാഷ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയുന്നതാണ്. നമുക്ക് ഈ രാഷ്ട്രീയത്തിലെ ടെൻഷൻ വരുമ്പോൾ ഗോവിന്ദൻ മാഷ് 2-3 ഡയലോഗുകൾ കേട്ടാൽ നമുക്ക് നല്ലൊരു സുഖമാണ്, ഒന്ന് മനസ്സ് പറഞ്ഞിട്ടിരിക്കാൻ. ഇപ്പോൾ അങ്ങനത്തെയാണ്. കാരണം 100 സീറ്റിൽ പൊട്ടെന്ന് പറഞ്ഞ് UDF അല്ല, LDF പൊട്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDF PR മുന്നണിയായി മാറിയെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PR മുന്നണിയും LDFും തമ്മിലാണ് മത്സരമെന്നും ശിവൻകുട്ടി പറഞ്ഞു. കോൺഗ്രസ് അവിടെ അവരുടെ ക്യാമ്പ് സംഘടിപ്പിച്ചു. വയനാട് കോടിക്കണക്കിന് രൂപ മുടക്കിയുള്ള PR ഏജൻസികളെ കൊണ്ടുവന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പോൾ മത്സരിക്കാൻ ഇന്നത്തെ പത്രമാധ്യമങ്ങൾ നോക്കിയാൽ കേരളത്തിൽ മത്സരിക്കുന്നത് PR ഏജൻസിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലാണെന്ന് തോന്നുമല്ലോ. കാരണം PR ഏജൻസിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്, കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട്. അപ്പോൾ PR ഏജൻസിയും UDFും തമ്മിൽ തർക്കം നടന്നു. കാര്യത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രചരണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ സർവേയിൽ നിന്ന് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമില്ല. അപ്പോൾ അതിൽ തർക്കം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. നഗരസഭാ ഭരണം കിട്ടിയതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ BJP. TP സെൻകുമാർ, മേജർ രവി എന്നീ പേരുകളാണ് BJP പരിഗണിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിന് തന്നെയാകും കളമൊരുങ്ങുക. കാരണം BJP ആ രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് വളരെ തുടക്കത്തിലെ തന്നെ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നിഷ്പക്ഷമായി കുറേയെങ്കിലും ചിന്തിക്കുന്ന വോട്ടർമാർ ഉള്ള ഒരിടം കൂടിയാണ് തൃപ്പൂണിത്തുറ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കൂടി ഒരു വോട്ട് ഉറപ്പാക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പ്രധാനമായും തന്നെ ആ രീതിയിലുള്ള ചർച്ചകളിലേക്ക് BJP മാറിയിട്ടുണ്ട്. മുൻ DGP ആയിരുന്ന സംസ്ഥാന പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാർ, അതോടൊപ്പം തന്നെയാണ് മേജർ രവിയുടെ പേര് കാരണം അതോടൊപ്പം തന്നെ മുൻ സൈനിക ഉദ്യോഗസ്ഥനുമായ മേജർ രവിയുടെ പേര് കൂടെ ഇതിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ 2 പേരുകൾക്കും വലിയ രീതിയിലുള്ളൊരു സ്വീകാര്യത മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നത് തന്നെയാണ്. അപ്പോൾ ഇവരിൽ ആരിലേക്കാണ് ചർച്ചകൾ നീങ്ങുന്നത് എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. TP സെൻകുമാറിൻ്റെ പേര് ഇതിനു മുൻപും പലവട്ടം ചർച്ചകൾ വന്നതാണ്. പക്ഷെ അദ്ദേഹം അപ്പോഴൊന്നും ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് അത്തരം കാര്യങ്ങളിലേക്കൊന്നും വഴങ്ങിയിരുന്നില്ല. TP സെൻകുമാർ എന്ന് പറയുന്നത് തന്നെ സർവീസിലിരുന്നു കൊണ്ട് തന്നെ അന്ന് ഈ സർക്കാരിനെതിരെ ഒരു വലിയ നീക്കം നടത്തുകയും അതിൽ വിജയം കൈവരിക്കുകയും എല്ലാം തന്നെ നടത്തിയ ഒരാളാണ്. അങ്ങനെ ഒരു പോരാട്ടത്തിൻ്റെ അതിജീവനത്തിൻ്റെ ഒരു കാര്യം കൂടി TP സെൻകുമാറിനൊപ്പം BJP ഉയർത്തി കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആ രീതിയിലുള്ളൊരു സ്വീകാര്യത ലഭിക്കും എന്നത് പറയുന്നു. നിഷ്പക്ഷ വോട്ടർമാരെ ഉറപ്പിക്കാൻ കഴിയുമെന്ന ഒരു ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മേജർ രവിയെക്കുറിച്ച് പറയുമ്പോഴും ഈ രീതിയിൽ തന്നെയാണ്. BJP വക്താവ് എന്ന രീതിയിലല്ല അദ്ദേഹം ഈ ചർച്ചകളിലും മറ്റും നിറയുന്നത്. ദേശീയത സംബന്ധിയായ കാര്യങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ്. നിരവധിയായ ഓപ്പറേഷൻസിൽ അടക്കം പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ സിനിമാ സംവിധായകനാണ്, നടനാണ്. അപ്പോൾ ഇതിലൂടെയെല്ലാം അദ്ദേഹത്തിന് വോട്ടർമാർക്കെല്ലാം തന്നെ സുപരിചിതനാണ്. അപ്പോൾ ഈ 2 പേരെയും തന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മേജർ രവിയും BJPയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ ഈ 2 പേരിലേക്കും എത്തുമ്പോൾ കുറച്ചുകൂടി സ്വീകാര്യത അവിടെ ലഭിക്കാം. തൃപ്പൂണിത്തുറയിൽ ഇപ്പോൾ നിലവിൽ നഗരസഭാ ഭരണം BJPക്കാണ്. അപ്പോൾ കുറച്ചുകൂടി അനുകൂലമായൊരു അന്തരീക്ഷം അവിടെ BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ്. ഈ രീതിയിലാണ് സ്ഥാനാർത്ഥി നിർണയം പോകുന്നത്. UDFിലും ചർച്ചകൾ സജീവമായതുകൊണ്ട് തന്നെയാണ് BJPയും ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. രമേഷ് പിഷാരടി ഒരുപക്ഷെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാണുള്ള, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയും സിനിമാ ലോകത്തുനിന്ന് തന്നെ ഒരാളെ കൂടി BJP മുന്നോട്ട് വെച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല.
ആർ ശ്രീലേഖയുടെ പിണക്കത്തിന് പിന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലവും ലഭിക്കില്ലെന്ന തിരിച്ചറിവെന്ന സൂചന. മേയർ പദവി ലഭിക്കാത്തത് തന്നെ ശ്രീലേഖയെ അതൃപ്തിയിലാക്കിയിരുന്നു. ഇതിനിടെ കെ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ മത്സരിക്കാനെത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. അതേസമയം വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾ കുത്തിത്തിരിപ്പിന് ശ്രമിക്കുന്നുവെന്നാണ് ശ്രീലേഖയുടെ വിമർശനം. മേയറാക്കാമെന്ന ഉറപ്പിലാണ് BJPക്ക് വേണ്ടി ശാസ്തമംഗലം വാർഡിൽ മത്സരിച്ചതെന്നാണ് ശ്രീലേഖ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ അതുണ്ടായില്ല. തന്നെക്കാൾ മികച്ച ആളുകളെ കിട്ടിയപ്പോൾ പാർട്ടി മേയറാക്കിയതാകാമെന്നും അവർ പറഞ്ഞു. ഏതായാലും ശ്രീലേഖ കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. അത് മേയറാകാത്തതിൽ മാത്രമല്ല, അവർ മേയർ പദവി ആഗ്രഹിച്ചിരുന്നുവെന്ന് വ്യക്തമാണ്. പക്ഷേ VV രാജേഷിനെ മേയറാക്കാനാണ് BJP കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തത്. സംസ്ഥാന നേതൃത്വത്തിൽ വലിയൊരു വിഭാഗവും രാജേഷിന് വേണ്ടി രംഗത്ത്